അറ്റാക്ക് വരുന്ന പല ആളുകളുടെയും കുടുംബചരിത്രം നോക്കുമ്പോൾ അവരുടെ ബന്ധുക്കളിൽ പലർക്കും ഹാർട്ടിൽ ബ്ലോക്കോ ആൻജിയോപ്ലാസ്റ്റിയോ അറ്റാക്കോ വന്നിട്ടുണ്ടാവാം. എന്നാൽ ഇവരൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ആളുകളുടെ കുടുംബത്തിൽ തന്നെ ഇതുവരെ അറ്റാക്ക് വരാത്ത എത്രയോ സഹോദരങ്ങൾ പുതിയ അറ്റാക്ക് വരാനുള്ള റിസ്കോടെ ജീവിക്കുന്നുണ്ടാവും. അവർ ഉടനെ ഇടപെട്ടിട്ടില്ലെങ്കിൽ അവർക്കും അറ്റാക്ക് വരാം. എന്തുകൊണ്ടാണ് ഒരേ കുടുംബത്തിൽ അറ്റാക്കുകളുടെ എണ്ണം കൂടുന്നത് എന്നുള്ളതും ഇത് തടയാൻ നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുടുംബത്തിൽ അറ്റാക്ക് വരുന്ന ഹൈ റിസ്കിലേക്ക് പോകുന്നത് ആർക്കൊക്കെ എന്ന് നോക്കാം. ആണുങ്ങളാണെങ്കിൽ 55 വയസ്സിന് മുമ്പ് നമ്മുടെ സഹോദരങ്ങൾക്കോ അച്ഛനോ മക്കൾക്കോ ഹാർട്ടിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ നമ്മളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ മകൾക്കോ 65 വയസ്സിന് മുമ്പ് ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രിമച്വർ കാർഡിയക് ഡിസീസ് എന്ന് പറയും. ഇങ്ങനെയുള്ളവർക്ക് 5 ഇരട്ടി വരെ ഹാർട്ട് ബ്ലോക്ക് റിസ്ക് കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഹൃദ്രോഗത്തിന് പാരമ്പര്യം സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനം ജനിതകമാണ്. ഈ പറഞ്ഞ ആളുകളുടെ കുടുംബത്തിലെ ജീനുകളിൽ കൊളസ്ട്രോളും ബിപിയും ഷുഗറും ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഹൈ റിസ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത്തത് ഇവരുടെ അന്തരീക്ഷവും ഭക്ഷണത്തിലുള്ള ചിട്ടകളും പലപ്പോഴും കോമൺ ആയിരിക്കും. മൂന്നാമത്തത് പാരമ്പര്യമായിട്ട് ഹാർട്ടിന്റെ അസുഖം ഇല്ലെങ്കിൽ പോലും പാരമ്പര്യമായിട്ട് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഉണ്ടായിരിക്കാം. അതും റിസ്ക് ആണ് കേട്ടോ. നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ പ്രായത്തിൽ അത് സംഭവിക്കാം. രണ്ടാമത്തത് പലപ്പോഴും സൈലന്റ് ആയിട്ട് തന്നെ ആൾറെഡി നമുക്ക് ആ അസുഖം തുടങ്ങിയിട്ടുണ്ടാവാം. മൂന്നാമത്തത് കുടുംബ പാരമ്പര്യമുള്ളവർ ഹെൽത്ത് ചെക്കപ്പ് വളരെ നേരത്തെ തുടങ്ങുന്നത് നന്നായിരിക്കും. നാലാമത്തത് നമ്മുടെ മക്കളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ഫാമിലി ഒരുമിച്ചിരിക്കുക, എന്നിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കുക, ഫാമിലി ഹെൽത്ത് ട്രീ. അതിൽ നമ്മൾ ചോദിക്കേണ്ടത് കുടുംബത്തിൽ ആർക്കൊക്കെ അറ്റാക്ക് വന്നിട്ടുണ്ട്, ആർക്കൊക്കെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ടോ, ആർക്കൊക്കെ കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ ഉണ്ട്. ഇതെല്ലാം കൂടെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫാമിലി മാപ്പ് ഉണ്ടാക്കേണ്ടത്. ഇത് ഡോക്ടർമാർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അസുഖം തടയാനുള്ള മാർഗങ്ങൾ പറഞ്ഞുതരും. രണ്ടാമത്തത് പാരമ്പര്യമുള്ളവർ ഹെൽത്ത് ചെക്കപ്പുകൾ കുറെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിയുള്ളവരെ പോലെയല്ല. ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം, ഷുഗർ നോക്കണം, BP നോക്കണം. ചില ആളുകളെങ്കിലും അപൂർവമായിട്ടുള്ള കൊളസ്ട്രോൾ ആയിട്ടുള്ള ലൈപ്പോപ്രോട്ടീൻ എ, ApoB, ഹോമോസിസ്റ്റിൻ ഇതും നോക്കണം. HSCRP നിർബന്ധമായിട്ട് ചെയ്യണം. 40 വയസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയിട്ടൊരു കൊറോണറി കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു TMT ടെസ്റ്റും ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഷുഗർ കൊളസ്ട്രോൾ വാല്യൂവും സാധാരണ ആളുകളുടെ പോലെ അല്ല. കൊളസ്ട്രോൾ കുറച്ച് കൂടിയാൽ തന്നെ നിങ്ങൾ എന്തായാലും അത് ഗൗരവത്തിലെടുക്കണം. വേണമെങ്കിൽ സ്റ്റാറ്റിൻ ഗുളിക കഴിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. LDL 70 താഴെ എത്തിക്കാൻ നോക്കുക, BP 110 താഴെ എത്തിക്കാൻ നോക്കുക, ഷുഗർ HbA1c 5.7 താഴെ എത്തിക്കാൻ നോക്കുക. ഒരു കാരണവശാലും പുകവലിക്കാൻ പാടില്ല, അമിതവണ്ണം പാടില്ല, വെയിറ്റ് കുറക്കുക, കുടവയർ ഇല്ലാതാക്കുക. നിർബന്ധമായിട്ടും ആഴ്ചയിൽ 5 ദിവസം എയറോബിക് എക്സർസൈസ് ചെയ്യുക. ബന്ധുക്കളായിട്ട് നമ്മുടെ ഹാർട്ടിന്റെ റിസ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവർക്ക് ഈ വീഡിയോ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. 1-2 വർഷത്തിലൊരിക്കൽ ഹാർട്ട് ചെക്കപ്പുകൾ ചെയ്യുന്നതും നന്നായിരിക്കും. സംശയമുള്ള ആളുകൾ ഒരു കാർഡിയോളജിസ്റ്റിനെ നിർബന്ധമായിട്ട് കാണുക.